ത്രെഡ് തരംഗം 7 മണിക്കൂറിൽ 1 കോടി ഉപഭോക്താക്കൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. അപ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായിക്കൊണ്ടിരിക്കുന്നതാണ് ത്രെഡ് ആപ്ലിക്കേഷൻ. 7 മണിക്കൂറിനുള്ളിൽ 1 കോടി ഉപഭോക്താക്കളാണ് ത്രെഡിനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ത്രെഡ് ആപ്ലിക്കേഷനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. മെറ്റയുടെ സോഷ്യൽ മീഡിയ ആപ്പായ ത്രെഡ് ഉപഭോക്താക്കളിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ലോഞ്ച് ചെയ്ത് 7 മണിക്കൂറിനുള്ളിൽ 1 കോടി ഉപഭോക്താക്കളാണ് ത്രെഡിൽ എത്തിയിരിക്കുന്നത്. ട്വിറ്ററിന് സൗഹൃദപരമായ ഒരു എതിരാളിയായിരിക്കും ത്രെഡ് എന്ന് മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് പറഞ്ഞു. ട്വിറ്ററിന് സമാനമായ ഫീച്ചറുമായി എത്തിയ ത്രെഡ് ഇൻസ്റ്റഗ്രാമുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. 2006 പ്രവർത്തനം ആരംഭിച്ച ട്വിറ്ററിൽ 35 കോടി ഉപഭോക്താക്കളാണുള്ളത്. 200 കോടി ഉപഭോക്താക്കളുള്ള ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കാവുന്നതാണ് ത്രെഡിന്റെ വളർച്ചാ സാധ്യത. ട്വിറ്ററിന് വെല്ലുവിളി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ മെറ്റ അവതരിപ്പിച്ച ആപ്പ് 1 കോടിയിലധികം ആളുകൾ ആദ്യ 7 മണിക്കൂറിൽ ലോഗിൻ ചെയ്തിരിക്കുന്നു. ട്വിറ്ററിന് സമാനമായ ടെക്സ്റ്റ് അടിസ്ഥാനമായ ത്രെഡ് ഇൻസ്റ്റഗ്രാമുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ട്വിറ്റർ ആണെന്ന് തോന്നിപ്പിക്കുന്ന ത്രെഡ് ആപ്പ് ശൈലിയിലും പ്രവൃത്തിയിലുമെല്ലാം ട്വിറ്ററിന്റെ അനുകരണമാണ്. ട്വിറ്റർ പോസ്റ്റിനെ ട്വീറ്റ് എന്ന് വിളിക്കുമ്പോൾ ത്രെഡിലെ ഓരോ പോസ്റ്റും ഓരോ ത്രെഡാണ്. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിഷ്കാരങ്ങളിൽ മനം മടുത്ത ട്വിറ്റർ ഉപഭോക്താക്കളാണ് ത്രെഡിന്റെ ലക്ഷ്യം. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളവർക്ക് ത്രെഡിൽ യൂസർ നെയിം ഉപയോഗിച്ച് തന്നെ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഇൻസ്റ്റഗ്രാമിലെ യൂസർ നെയിം ഉപയോഗിച്ച് ത്രെഡിൽ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ത്രെഡിൽ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണമെന്നുണ്ട്. പുതിയ ഉപഭോക്താക്കൾക്ക് ആദ്യം ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാകണം. അതിനുശേഷം ത്രെഡിലെ ആ യൂസർ നെയിം ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻസ്റ്റഗ്രാമുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനാൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത ആളുകളെ തന്നെ ത്രെഡിൽ ഫോളോ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതായത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന വ്യക്തികളെയൊക്കെ തന്നെ നമുക്ക് ത്രെഡിലും ഫോളോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു ഫീച്ചറാണിത്. അതുപോലെ തന്നെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും മാത്രമാണ് ഇൻസ്റ്റഗ്രാം പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ ത്രെഡിൽ പൂർണ്ണമായി എഴുത്തിനായിരിക്കും പ്രാധാന്യം നൽകുന്നത്. 500 ക്യാരക്ടർ ലിമിറ്റ് ഉൾപ്പെടെ ട്വിറ്ററിന്റെ നിരവധി ഫീച്ചറുകൾ ത്രെഡിലും ഇപ്പോൾ സജീവമാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം വെരിഫൈഡ് അക്കൗണ്ടുകൾ ത്രെഡിലും വെരിഫൈഡ് ആയി തന്നെ തുടരുന്നതായിരിക്കും. ഈ ത്രെഡ് എന്ന ആപ്ലിക്കേഷൻ ട്വിറ്ററിനുള്ള വെല്ലുവിളിയാണെന്ന് സൂചിപ്പിക്കാൻ സ്പൈഡർമാൻ വേഷം ധരിച്ച 2 പേർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ചിത്രം മാർക്ക് സക്കർബർഗ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. 2012 ശേഷമുള്ള സക്കർബർഗിന്റെ ആദ്യത്തെ ട്വീറ്റാണിത്. പോപ്പ് താരങ്ങളായ ഷക്കീറ, ജെനിഫർ ലോപ്പോസ്, മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, ആത്മീയ ആചാര്യനായ ദലൈ ലാമ തുടങ്ങിയവരും ആദ്യ ദിവസം തന്നെ ത്രെഡ് ഉപയോഗിച്ചു തുടങ്ങി. 2019 ഒക്ടോബറിൽ മെറ്റ മറ്റൊരു ലോഗോയുമായി ത്രെഡ് ആപ്പ് പുറത്തിറക്കിയിരുന്നെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ വന്നതിനെ തുടർന്ന് 2021 ഡിസംബറിൽ പിൻവലിക്കുകയും ചെയ്തു. ഇനി ഈ ത്രെഡ് ആപ്ലിക്കേഷനുള്ള കുറച്ച് വിമർശനങ്ങൾ എന്തെന്ന് വെച്ചാൽ, ത്രെഡിൽ ഉപഭോക്താക്കൾ തള്ളിക്കേറുമ്പോഴും അതിന്റെ പോരായ്മകളും സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ത്രെഡ് അക്കൗണ്ടിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെയും ബാധിക്കുന്നതാണ്. ത്രെഡ് ID ഡിലീറ്റ് ചെയ്താൽ അതോടൊപ്പം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ് റിപ്പോർട്ട്. അതായത് നമ്മുടെ ത്രെഡ് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആദ്യം ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിരവധി ആളുകൾ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തുകയും ചെയ്തു. ഇതേസമയം മെറ്റയുടെ കുടക്കീഴിലുള്ള ത്രെഡ് ഉപഭോക്താക്കളിൽ നിന്ന് ആവശ്യത്തിലധികം വിവരങ്ങൾ ശേഖരിക്കുമെന്ന മുന്നറിയിപ്പുമായി ട്വിറ്റർ സ്ഥാപകൻ ജാക്ക് ഡോഴ്സി രംഗത്തെത്തി. യൂസേഴ്സിന്റെ ധനകാര്യ വിവരങ്ങൾ, വ്യക്തി വിവരങ്ങൾ, ബ്രൗസിംഗ് ഹിസ്റ്ററി, സെർച്ച് ഹിസ്റ്ററി, ലൊക്കേഷൻ തുടങ്ങിയ വിപുലമായ വിവരശേഖരണമാണ് ത്രെഡ് നടത്തുന്നതെന്ന് സൂചിപ്പിക്കുന്ന സ്ക്രീൻഷോട്ടും ഡോഴ്സി പങ്കുവച്ചു. ട്വിറ്ററിന്റെ ഇപ്പോഴത്തെ ഉടമ ഇലോൺ മസ്ക് അത് ശരിവെക്കുകയും ചെയ്തു. അതുപോലെ മിക്ക ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നമാണ് ത്രെഡ് ആപ്ലിക്കേഷന്റെ ലോഗോ എന്നത്. ത്രെഡ് ആപ്പിൽ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആപ്പിനെ കുറിച്ച് നിരവധി അഭ്യൂഹങ്ങളും ചർച്ചകളും പടർന്നു കഴിഞ്ഞു. എന്നാൽ സോഷ്യൽ മീഡിയകളിൽ ത്രെഡ് ആപ്ലിക്കേഷന്റെ ലോഗോയെക്കുറിച്ചുള്ള രസകരമായ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആപ്പിന്റെ ലോഗോ മലയാളമാണെന്നും തമിഴാണെന്നും അവകാശവാദങ്ങൾ ഉയർന്നു കഴിഞ്ഞു. മലയാളത്തിലെ ക്ര എന്ന അക്ഷരമാണെന്നും തമിഴിലെ കു എന്ന അക്ഷരമാണെന്നും ലോഗോ അർത്ഥമാക്കുന്നതെന്ന് ചർച്ചകൾ കൊഴിയുകയാണ്. എന്നാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജി ആണെന്നും ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ മലയാളത്തിലെയും തമിഴിലെയും അക്ഷരങ്ങളായി തോന്നുമെങ്കിലും എന്താണ് ലോഗോ അർത്ഥമാക്കുന്നതെന്ന് മെറ്റ അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ലോഗോയെ ചുറ്റിപ്പറ്റിയുള്ള കൗതുകകരമായ ചർച്ച കൊഴുക്കുകയാണ്. നിലവിൽ 100-ലധികം രാജ്യങ്ങളിൽ ത്രെഡ് അവതരിപ്പിച്ചു കഴിഞ്ഞു. ആൻഡ്രോയിഡിലും ഐഫോണിലും ത്രെഡ് ഇപ്പോൾ ലഭ്യമാണ്. 3 കോടിയിലധികം ആളുകൾ ത്രെഡ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇൻസ്റ്റഗ്രാം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ത്രെഡ് ട്വിറ്ററിന് സമാനമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ട്വിറ്ററിന് കനത്ത വെല്ലുവിളിയാണ് ത്രെഡ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വരും കാലങ്ങളിൽ നമുക്ക് ഈ ഒരു ത്രെഡ് ആപ്ലിക്കേഷന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കണ്ടു തന്നെ മനസ്സിലാക്കാം. അതുപോലെ ഈ ഒരു ത്രെഡ് ആപ്ലിക്കേഷൻ എങ്ങനെ അക്കൗണ്ട് തുടങ്ങാമെന്നും അതുപോലെ ത്രെഡ് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ത്രെഡ് ആപ്ലിക്കേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.